കേരള സ്റ്റോറി 2 വിഷയത്തിൽ ഇപ്പോൾ കോടതി ഉത്തരവ് പറഞ്ഞിരിക്കുകയാണ്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കേരള സ്റ്റോറി തിയേറ്ററുകളിലേക്ക് ഉടൻ തന്നെ എത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഏറെ വൈകിയും ഈ നിർമ്മാതാക്കളുടെ ആവശ്യത്തിൽ ബെഞ്ച് വാദം കേട്ടിട്ടുണ്ടായിരുന്നു. തൽക്കാലത്തേക്ക് ഇത് റിലീസ് ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കഴിഞ്ഞ ദിവസം കോടതി എത്തിയിരിക്കുന്നു. എന്നാൽ ഇപ്പോഴിതാ കേരള സ്റ്റോറി തിയേറ്ററുകളിലേക്ക് എത്തുകയാണെന്ന് മനസ്സിലാക്കുന്നു. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഇപ്പോൾ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോൾ കേരള സ്റ്റോറി വീണ്ടും കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരിക്കുകയാണ്. എന്ത് തീരുമാനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നു? അമൃത, കേരള സ്റ്റോറി സിംഗിൾ ബെഞ്ച് ഉത്തരവ്, അതായത് കേരള സ്റ്റോറി റിലീസിന് സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഇപ്പോൾ നിലവിൽ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ആ ഉത്തരവ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുശ്രുത് ധർമാധികാരിയുടെയും അതോടൊപ്പം തന്നെ PV ബാലകൃഷ്ണന്റെയും ബെഞ്ചാണ് ഇപ്പോൾ സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. 15 ദിവസത്തേക്കാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കേരള സ്റ്റോറി സ്റ്റേ ചെയ്തത്. അതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഈ ഹർജി സ്റ്റേ ഈ സിനിമ പ്രദർശിപ്പിക്കാനുള്ള അനുമതി ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കോടതി കടന്നിരിക്കുന്നു. പക്ഷേ അപ്പോഴും കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ കോടതിയുടെ ഭാഗത്ത് നിന്ന് വളരെ നിർണായകമായ നിരീക്ഷണങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ഈ ഹർജിക്കാർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമാണ്. ഇത്തരത്തിൽ ഒരു സംസ്ഥാനത്തിന്റെ സംസ്കാരത്തെ അത് മോശമായി ചിത്രീകരിച്ച്, സിനിമകളിലൂടെ മോശമായി ചിത്രീകരിച്ച് അത് സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ജനങ്ങളെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രേക്ഷകരെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ള നിരീക്ഷണത്തിലേക്കൊക്കെ കഴിഞ്ഞ ദിവസം കോടതി കടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ സിംഗിൾ ബെഞ്ച് ഉത്തരവിന് നിലവിലിപ്പോൾ സ്റ്റേ അങ്ങനെയാണെങ്കിൽ നിലവിലെ കോടതിയുടെ തീരുമാനമനുസരിച്ച് സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേരള സ്റ്റോറി 2 തിയേറ്ററുകളിലേക്ക് ഉടൻ തന്നെ എത്തുമെന്ന് മനസ്സിലാക്കുന്നു. വിഷ്ണു സുരേഷ് തുടരുന്നുണ്ട്. വിഷ്ണു, പറയൂ. അമൃത, കേരള സ്റ്റോറി തിയേറ്ററിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നത് 15 ദിവസത്തേക്ക് സ്റ്റേ ചെയ്തത്. അതിൽ ചില മതസൗഹാർദ്ദത്തിന് ഭീഷണിയാകുന്ന കണ്ടന്റ് ഉണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇതിന്റെ സെൻസർ അടക്കം പുനഃപരിശോധിക്കണമെന്നാണ് സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെയാണ് ആ ഉത്തരവ്, ആ സിനിമ പ്രദർശിപ്പിക്കുന്നത് സ്റ്റേ ചെയ്ത്. പക്ഷേ അടിയന്തരമായി തന്നെ നിർമ്മാതാക്കൾ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ ഫയൽ ചെയ്തു. ഇന്നലെ 7:45 ജസ്റ്റിസ് സുശ്രുത് ധർമാധികാരിയും അതോടൊപ്പം തന്നെ PV ബാലകൃഷ്ണനും അടങ്ങുന്ന ബെഞ്ച് ഇത് അപ്പീൽ ഹർജി പരിഗണിച്ചു. അതിൽ ഹർജിക്കാരുടെയും അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളുടെയും CBFCയുടെയും വാദം വിശദമായി കേട്ടിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ തീരുമാനം വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്നലെ ഈ വാദം കേൾക്കുന്ന ഘട്ടത്തിലൊക്കെ ഈ ഹർജിയുടെ ഒരു മെറിറ്റിനപ്പുറത്തേക്ക് ഇതൊരു പബ്ലിക് ലിറ്റിഗേഷൻ സ്വഭാവമുള്ള ഹർജിയാണോ, അങ്ങനെയെങ്കിൽ ഇതെങ്ങനെയാണ് ഇത് ഒരു സിംഗിൾ ജഡ്ജിന് കേൾക്കാൻ പറ്റുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ ഹർജിയുടെ ഒരു സ്വഭാവമായിരിക്കാം നിലവിൽ ഇത്തരത്തിലൊരു സ്റ്റേ ഉണ്ടാക്കാൻ, അതായത് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിൽ സ്റ്റേ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി നമ്മൾ കണക്കാക്കുന്നത്. അതിനപ്പുറത്തേക്ക് മെറിറ്റ്, ഇതിന്റെ ഒരു കണ്ടന്റുമായി ബന്ധപ്പെട്ട മെറിറ്റിലേക്കൊക്കെ ഡിവിഷൻ ബെഞ്ച് പോയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഈ ഹർജി ഫയൽ ചെയ്തതിന്റെ ഒരു സാധ്യത, അതായത് ഇത് സാധാരണഗതിയിൽ ഇത്തരം ഹർജികൾ പൊതുതാൽപര്യ സ്വഭാവത്തിലാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രൈവറ്റ് ഇൻട്രസ്റ്റ് ആയാണ് വന്നത്. ആ ഹർജിക്കാരൻ പറഞ്ഞത് താൻ കേരളത്തിൽ നിന്നുള്ള ഒരു നേറ്റീവാണ്. ആർട്ടിക്കിൾ 19 പ്രകാരം ബൈ ബർത്ത് എന്നുള്ളത് ഒരു റെപ്യൂട്ടേഷൻ, അതായത് ഒരു ഇൻഡിവിജ്വലിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നതാണ്. അത്തരത്തിൽ തന്റെ നാടിന്റെ റെപ്യൂട്ടേഷനെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു സിനിമയാണ് മുമ്പോട്ട് വന്നിരിക്കുന്നത്. അത് റിലീസ് ചെയ്യാനാണ് തയ്യാറെടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ സിനിമയെ എതിർക്കേണ്ട ഉത്തരവാദിത്വം തനിക്കുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് തന്റെ ഹർജി എന്നാണ് ഇതിന്റെ ലോക്കസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ പറഞ്ഞത്. പക്ഷേ ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഒരുപക്ഷെ അത് ചൂണ്ടിക്കാണിച്ചായിരിക്കാം നിലവിൽ ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹർജിക്കാരുടെ വാദം നമ്മൾ കേട്ടതാണ്. അത് തന്നെയാണ് ട്രെയിലറിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ഏത് രീതിയിലാണ് കേരളത്തെയും കേരളത്തിന്റെ സംസ്കാരത്തെയും അതിൽ പോർട്രേ ചെയ്തിരിക്കുന്നത് എന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. വളരെ വലിയ വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ആ ട്രെയിലറിന് പിന്നാലെ തന്നെ ഉയർന്നതുമാണ്. അപ്പോൾ ഇനിയിപ്പോൾ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും ആ ഒരു പോയിന്റ് അവിടെ തന്നെ ഉണ്ടാകില്ലേ വിഷ്ണു?
അമൃത, തീർച്ചയായും അത്തരം കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാകും. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഇതിനൊരു അനുമതി നൽകിയിരിക്കുന്നത് എന്ന് അറിയേണ്ടതുണ്ട്. അതിന് വിശദമായ വിധിപ്പകർപ്പ് പുറത്തുവരണം. ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ വിശദമായ വിധിപ്പകർപ്പ് പുറത്തുവരാനുള്ള സാധ്യതയുണ്ട്. ആ ഘട്ടത്തിലായിരിക്കും ഇതിൽ കണ്ടന്റിന്റെ കാര്യത്തിൽ എന്ത് നിലപാട് ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. നേരത്തെ സിംഗിൾ ബെഞ്ച് അതിരൂക്ഷ വിമർശനം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരുന്നു. അതായത് ഈ ഹർജിക്കാർ പറയുന്നത് പോലെ പ്രൈമ ഫേഴ്സി തന്നെ ഈ സിനിമയിൽ ചില കണ്ടന്റുകൾ, അത് മതസൗഹാർദ്ദത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില കണ്ടന്റുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ സർട്ടിഫിക്കേഷൻ നൽകിയതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അത് പുനഃപരിശോധിക്കണം എന്നാണ് സിംഗിൾ ബെഞ്ച് പറഞ്ഞത്. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ആ വാദങ്ങളൊക്കെ മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് കടന്നുകൊണ്ടാണ് ഇപ്പോൾ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുന്നത്. അത് ഏത് സാഹചര്യത്തിലാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ഹർജിയുടെ ഒരു സ്വഭാവമായിരിക്കും അതിലൊരു വലിയ തിരിച്ചടിയായി ഇപ്പോൾ ഹർജിക്കാർക്ക് സംഭവിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ പ്രാഥമികമായി വിലയിരുത്തുന്നത്. ഒരു ഉത്തരവ് വന്ന ശേഷം മാത്രമേ അതിലൊരു വ്യക്തത വരികയുള്ളൂ. ഒരുപക്ഷെ ഇതിനൊരു പബ്ലിക് ലിറ്റിഗേഷൻ സ്വഭാവമില്ല. പബ്ലിക് ലിറ്റിഗേഷൻ സ്വഭാവം ഈ ഹർജിക്കുണ്ട്, ഇത്തരം ഹർജികൾക്കുണ്ട്. പക്ഷേ ഇവിടെ പ്രൈവറ്റ് ആയാണ് ഹർജി പരിഗണിച്ചത്. പബ്ലിക് ലിറ്റിഗേഷൻ സ്വഭാവമുള്ള ഹർജികൾ സ്വാഭാവികമായി അത് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് പരിഗണിക്കേണ്ടത്. പക്ഷേ ഇവിടെ ലാൻഡ് സിംഗിൾ ജഡ്ജാണ് അത് പരിഗണിച്ചത്. അത്തരം കാര്യങ്ങളൊക്കെ ഇന്നലെ വാദം നടക്കുന്നതിനിടയിൽ ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ അതായിരിക്കും നിലവിൽ തിരിച്ചടിക്ക്, ഹർജിക്കാർക്ക് തിരിച്ചടി ഉണ്ടായ സാഹചര്യത്തിന് പ്രധാനമായി വഴിവെച്ചെന്ന് മനസ്സിലാക്കുന്നു. ഈ നിർമ്മാതാക്കൾ ചൂണ്ടിക്കാണിച്ച രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെ എതിരെ നിർമ്മാതാക്കൾ ചൂണ്ടിക്കാണിച്ച രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഈ സിനിമ ഒരു സാമൂഹിക വിപത്തിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. മതസൗഹാർദ്ദം തകർക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല. ഒരു മതത്തിലെ കേവലം ചെറുവിഭാഗം നടത്തുന്ന ഒരു സാമൂഹ്യ തിന്മ, അത് തുറന്നു കാണിക്കപ്പെടേണ്ടത് ഒരു കലാകാരൻ എന്ന രീതിയിൽ അയാളുടെ അവകാശമാണ്, അയാളുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യുക മാത്രമാണ് ചെയ്തത്. അത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുന്ന, ഒരു ഉത്തരവാദിത്തം നിർവഹിക്കുന്ന കലാകാരന്റെ സൃഷ്ടി അതെങ്ങനെയാണ് മതസൗഹാർദ്ദത്തിന് വെല്ലുവിളിയാകുന്നതെന്ന് നിർമ്മാതാക്കൾ ചോദിച്ചു. മറ്റൊന്ന്, ഇന്ന് സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ മാത്രം 1500 ഇടങ്ങളിലും അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.